Welcome to Dream Drive. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് നിസാൻ സണ്ണിയുടെ 2014 മോഡലാണ്. നിസാൻ സണ്ണി ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2011 സോ ആ കൊല്ലം തന്നെ അത് എക്സ്ട്രീംലി പോപ്പുലർ ആൻഡ് സക്സസ്ഫുൾ ആയിരുന്നു. ഇൻഫാക്ട് ഇറ്റ് വൺ ദ കാർ ഓഫ് ദി ഇയർ അവാർഡ് ഇൻ 2011. അതിലെ ഒരു മെയിൻ റീസൺ ഈ പറഞ്ഞ ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കോമ്പാക്ട് സെഡാൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് കുറച്ച് കൂടുതൽ ഹയർ പ്രൈസിൽ ആ ഒരു സെഡാൻ ഫീൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം അതിൻ്റെ ലെഗ് റൂം വാസ് എക്സ്ട്രീംലി പോപ്പുലർ, എസ്പെഷ്യലി എൻ്റെ ബാക്ക് സീറ്റിൽ. സോ ഇതൊക്കെ തന്നെയായിരുന്നു അതിനെ ആ സമയത്ത് ഏറ്റവും പോപ്പുലർ ആക്കിയിരുന്നത്. പക്ഷേ ഫ്രം 2011 തൊട്ട് 2014 വരെ ഈ സെഗ്മെൻറ്റിൽ കുറേ ചേഞ്ചസ് നടന്നിട്ടുണ്ട്. മിക്ക കാർ മേക്കേഴ്സും ഇതിൽ നല്ലൊരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സേ ഹോണ്ട സിറ്റി ഉണ്ട്, സ്കോഡ റാപ്പിഡ് പുതിയ വേർഷൻ ലോഞ്ച് ചെയ്തു, ഫോക്സ് വാഗൺ വെൻറ്റോ ഉണ്ട്, അതേപോലെ ഹ്യുണ്ടായി വേർണ ഫ്ലൂയിഡിക്കും വന്നിട്ടുണ്ട്. സോ ഒരു എക്സ്ട്രീംലി ടഫ് സെഗ്മെൻറ്റിൽ ഈ 2014 നിസാൻ സണ്ണിൽ എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ സണ്ണി 2014 അവർ കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് കൊണ്ടുവരാൻ കുറച്ച് എക്സ്റ്റേണൽ കുറച്ച് സ്റ്റൈലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻലി അവർ യൂസ് ചെയ്തിരിക്കുന്ന ആ ക്രോം എലമെൻ്റ് ആണ്. സോ സെൻറ്റർ ഗ്രില്ലിന് ചുറ്റും നമ്മൾ കാണുന്ന ക്രോമിന് കൂടാതെ അവരൊരു ലിപ്പ് ക്രോം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോഗ് ലാംപ്സിൻ്റെ സൈഡിലും ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയേറ്റർ ഗ്രില്ല് തന്നെ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുണ്ട്. ആൻഡ് അതർ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററിലാണ്. സോ അത് കുറച്ചും കൂടെ ഒരു ഇലോങ്ങേറ്റഡ് ഷേപ്പിൽ ഒരു ബൂമറാങ് സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വിച്ച് ഹെൽപ്സ് ഇലുമിനേഷൻ. പിന്നെ നമുക്ക് വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് സൈഡിലും ബാക്കിലുമാണ്. അത് നമുക്ക് നോക്കാം. ഈ പ്രീമിയം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ക്രോം യൂസേജ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ സൈഡിലും കുറച്ച് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു സൈഡ് ബീഡിങ് പോലെ ഇവിടെ ഇങ്ങനെ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. അതേപോലെ ഡോർ ഹാൻഡിൽസ് നോക്കുവാണെങ്കിലും ക്രോം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലോവർ സെഗ്മെൻറ്റ്സിലേക്ക് വരുമ്പം ഇത് ബോഡി കളർ തന്നെയായിരിക്കും. പിന്നെ ഔട്ട്സൈഡ് റെയർ വ്യൂ മിററിൻ്റെ കാര്യത്തിലും ഷേപ്പ് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സി ഷേപ്പാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് 2011 മോഡലിൽ അതൊരു ആക്സസറി ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ അഡീഷണലി അത് ചൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ അലോയ് വീൽസിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും നമുക്ക് നേരത്തെ വന്നിരുന്നത് ഒരു 6 സ്പോക്ക് അലോയ് വീലായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഒരു വൈ ഷേപ്പ് സ്പോക്സ് ആണ്. ടോട്ടൽ നമുക്ക് 12 സ്പോക്സ് ഉള്ള ഒരു അലോയ് വീലാണ് ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഔട്ട്സൈഡ് റെയർ വ്യൂ മിറേഴ്സിലും ഇവർ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ദ പ്രീവിയസ് വേർഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. സോ ഇതിൻ്റെ ഷേപ്പ് അവർ കുറച്ചും കൂടെ ബോക്സി ടൈപ്പ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. പ്രീവിയസ് വേർഷനിൽ അതൊരു ആഡ് ഓൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണമായിരുന്നു. ആൻഡ് പിന്നെ വരുന്ന ഒരു ചേഞ്ച്, നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം ഓട്ടോ ക്ലോസ് ഫീച്ചറുണ്ട്. നേരത്തെ 2011 മോഡലിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ളൊരു ബട്ടണിൽ കൂടെ ആയിരുന്നു ഇത് ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് നമുക്ക് ലോക്ക് ചെയ്യുമ്പോൾ തന്നെ 1 സ്റ്റെപ്പിൽ അത് ക്ലോസ്ഡ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതൊരു ഇൻ്റലിജൻറ്റ് കീ സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് കീ നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് ഇഫ് യു ആർ ഇൻ ഒരു 80 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ ഡോർ ഉണ്ടെങ്കിൽ ഇതിലൊരു റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട്. സോ ആ റിക്വസ്റ്റ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കീയിലെ അൺലോക്ക് ബട്ടൺ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഫീച്ചർ നമുക്ക് ഫ്രണ്ടിലെ 2 ഡോർസും പിന്നെ അതേപോലെ ബൂട്ട് ഡോറിനും ഈ റിക്വസ്റ്റ് ബട്ടൺ ഫീച്ചറുണ്ട്. പിന്നെ 2011 വേർഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്ലൈറ്റ്ലി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സോ നൗ ഇറ്റ്സ് അബൌട്ട് 161.
സോ അത് നമ്മുടെ കാറ്റഗറി നോക്കുമ്പോൾ നമുക്കൊരു ആവറേജ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊരു സെഡാൻ സെഗ്മെൻറ്റ് തന്നെയാണ്. സോ വി കാണ്ട് എക്സ്പെക്ട് ഒരു ഭയങ്കര ഹൈ ക്ലിയറൻസ്. ടു 2011 വേർഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സണ്ണിയുടെ അലോയ് വീൽസിലും ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രീവിയസ്ലി അതൊരു 6 സ്പോക്ക് അലോയ് വീൽസ് ആയിരുന്നു. ഇപ്പോൾ ഇതൊരു വൈ ഷേപ്പിൽ ടോട്ടൽ 12 സ്പോക്സ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 161 mm. എക്സ്റ്റീരിയറിലെ മറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് പോർഷനിൽ ആൻറ്റിന ഉണ്ടായിരുന്നത് ഫ്രണ്ടിലായിരുന്നു ഇൻഫാക്റ്റ്, ആൻഡ് കുറച്ചും കൂടെ ലോങ്ങർ ആയിരുന്നു. അത് ഷോർട്ടർ ആക്കിയിട്ട് ബാക്കിലാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ട്രങ്ക് ഗാർണിഷ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നമുക്ക് 2011 ഒരു ആക്സസറി ആയിരുന്നു ഈ ക്രോം ഫിനിഷ്. സോ ഇപ്പോൾ അവർ ഇതിൽ ഇൻബിൽട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലും സൈഡിലും ആ ഫുൾ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ബാക്കിലും അവർ ഇൻബിൽട്ട് ആയിട്ടാണ് ആ ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബമ്പറിലും ഒരു ചെറിയ ഷേപ്പ് ചേഞ്ച് ഉണ്ട്, കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിട്ടാണ് ഈ പോർഷൻ വരുന്നത്. അതേപോലെ ഇവിടെ അവരൊരു ബ്ലാക്ക് ക്ലാഡിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പ് ആൻഡ് വേർഷനിൽ ഈ പറഞ്ഞ പോലെ റയർ സെൻസേഴ്സും വരുന്നുണ്ട്. അതേപോലെ ക്യാമറ നമുക്ക് ഹിഡൻ ആയിട്ട് ഇവിടെയും വരുന്നുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ റിക്വസ്റ്റ് ബട്ടൺ ഇവിടെ ഉണ്ട്. സോ വൺസ് യു ഹാവ് ദ കീ ഇത് ഞെക്കിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് extremely large boot space, about 490 liter capacity ഉണ്ട്. That is excluding spare wheel. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ എന്താണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ആ ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ ആ റിച്ച്നെസ് കൊണ്ടുവരുന്ന രീതിയിൽ ഒത്തിരി എലിമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. മെയിൻലി ഈ സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെയുള്ള പാനൽസിൽ പ്രീവിയസ് വേർഷനിൽ മാറ്റ് സിൽവർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഗ്ലോസി സിൽവർ ആയിട്ടുണ്ട്. സോ ആ എലിമെൻറ്റ് കുറച്ച് ഇൻ ബിറ്റ്വീൻ പോർഷൻസിലും സൈഡിലും ഒക്കെ പോയിട്ടുണ്ട്. സോ ആ ഒരു പ്രീമിയം ഫിനിഷും ആ കളർ കോമ്പിനേഷനും വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ബാക്കി ഡാഷിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പിലും ചെറിയൊരു ട്രിമ്മിങ് നടന്നിട്ടുണ്ട്. ആൻഡ് കളർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേജ് ആണ്. ദാറ്റ് ഈസ് ഒരു കോമ്പിനേഷൻ ഓഫ് ഗ്രേ ആൻഡ് ബേജ്. സീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ജെനുവിൻ ലെതറാണ്, എക്സ്ട്രീംലി സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ. പിന്നെ ഇതിൻ്റെ മെയിൻ വരുന്നത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൽ വിത്ത് സ്ക്രീനാണ് വരുന്നത് കമ്പയർ ടു ദ പ്രീവിയസ് വേർഷൻ. അപ്പോൾ ഇതിൽ നമ്മുടെ ടോപ്പ് എൻഡ് വേർഷനിൽ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറ ഡിസ്പ്ലേയും ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ CD, ഓക്സ് ആൻഡ് USB ഓപ്ഷൻ, ബ്ലൂടൂത്ത്, ഫോൺസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് മിക്ക സെഡാനിലുള്ള പോലെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കവേർഡാണ്. സണ്ണിയുടെ ആ പ്രീമിയംനെസ് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ബാക്ക് സീറ്റിൽ റെയറിൽ വരുമ്പോഴാണ്. ദാറ്റ് ഈസ് 2011 ഈ പറഞ്ഞ പോലെ സണ്ണി എന്തുകൊണ്ടാണോ പോപ്പുലർ ആയത് അത് അതിൻ്റെ ലെഗ് റൂം കൊണ്ടായിരുന്നു. ഈ സെഡാൻ സെഗ്മെൻറ്റിൽ എക്സ്ട്രീംലി കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷനാണ് വിത്ത് ലോഡ് ഓഫ് സ്പേസ്. അത് പോരാതെ തന്നെ നല്ല തൈ സപ്പോർട്ടും ഉള്ള സീറ്റ്സാണ് ഇതിൻ്റെത്. പിന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് മിഡിൽ ആംറെസ്റ്റ് ഓപ്ഷനും വരുന്നുണ്ട് വിത്ത് ഗ്ലാസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കംഫർട്ട് ഫാൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്രണ്ടിൽ AC എന്നുള്ള സപ്പോർട്ട് നമുക്ക് ബാക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ഇതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഓൾസോ ക്യാൻ ബി കൺട്രോൾഡ്, റെഗുലേറ്റ് ചെയ്യാം നമുക്ക് സ്പീഡ്. 2 ഫാൻ വരെ ഉണ്ട് സ്പീഡ്. പിന്നെ ഓൾസോ ഇറ്റ് ഹാസ് റീഡിംഗ് ലൈറ്റ്സ്, 2 സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് റീഡിംഗ് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിലാണ് നമുക്ക് ആ പ്രീമിയംനെസ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്.
2010 കാർ ഇറക്കിയ ശേഷം 2011 ഇന്ത്യയിൽ സണ്ണി ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ആ കാർ ഇന്ത്യയിൽ ഇറക്കുന്ന സമയത്ത് തന്നെ അവർ ഈ വണ്ടിയുടെ പൊതുജനങ്ങളുടെ വലിയൊരു അഭിപ്രായം കണക്കിലെടുത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ വണ്ടിയുടെ ഉപയോഗങ്ങൾ, എന്താണ് അവർ സുരക്ഷിതത പ്രാധാന്യം കൽപ്പിക്കുന്നത്, സർവീസ് സെൻറ്ററുകൾക്ക്, സർവീസ് കോസ്റ്റുകൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കണക്കിലെടുത്തിട്ടാണ് ഈ സണ്ണി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ സണ്ണി ഇറങ്ങുമ്പോൾ തന്നെ അവർ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ അതിൽ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മളെ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്ന 6 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന റേഞ്ചിൽ തന്നെ ABS, എയർ ബാഗ് അങ്ങനെയുള്ള ഹൈ സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത്. പിന്നെ റോഡ് കംഫർട്ടിനനുസരിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഉപയോഗത്തിനൊക്കെയായിട്ടുള്ള സർവീസ് കോസ്റ്റുകൾ വളരെ ലീസ്റ്റ് ആയിട്ടുള്ളതാണ്. ഒരു നിസാൻ സണ്ണി ഉപയോഗിക്കുന്ന ആൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവാണ് മെയിൻ്റനൻസിന് വരുന്നത്. ഒരു കാറ് വാങ്ങിക്കാൻ എളുപ്പമാണ് ഇന്നത്തെ സ്ഥിതിയിൽ, ഫിനാൻസ് എളുപ്പം കിട്ടും, അഫോർഡബിൾ പ്രൈസാണ്. പക്ഷേ ആ കാറ് വാങ്ങിയാൽ അത് ഉപയോഗിക്കാനുള്ള ചിലവുകളാണ് മിക്ക സമയത്തും വളരെയധികം വരുന്നത്. സണ്ണി എന്ന് പറഞ്ഞ വണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഏകദേശം 80,000 കിലോമീറ്റർ വരെ 19,000 രൂപ വരെ വരുന്നുള്ളൂ ആകെ അതിൻ്റെ ടോട്ടൽ സർവീസ് കോസ്റ്റ്. ഡീസലുകൾക്കാണെങ്കിൽ 35,000 രൂപയാണ് 80,000 കിലോമീറ്ററിന് റണ്ണിങ് കോസ്റ്റ് വരുന്നത് മെയിൻ്റനൻസിന് വേണ്ട. അതായത് 25 പൈസ പെർ കിലോമീറ്റർ മാത്രമേ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുള്ളൂ. അത്രയും സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് നിസാൻ സണ്ണി ഇറക്കിയിട്ടുള്ളത്. നിസാൻ സണ്ണി 2014 വേർഷൻ വരുന്നത് 8 വേരിയൻസിലായിട്ടാണ്. അതിൽ 5 എണ്ണം വരുന്നത് നമുക്ക് ഡീസൽ ഓപ്ഷൻസും 3 പെട്രോൾ ഓപ്ഷൻസുമാണ് ഉള്ളത്. അതിൽ ഡീസൽ ഓപ്ഷൻ മാത്രമേ നമുക്ക് ടോപ്പ് എൻഡിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതേസമയം നമ്മുടെ ഓട്ടോമാറ്റിക് വേർഷൻ വരുന്നത് പെട്രോളിൽ തന്നെ മിഡ് വേരിയൻറ്റിലായിട്ടാണ് വരുന്നത്. ഇതിൽ ഡീസൽ വേരിയൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1.5 ലിറ്റർ K9K എഞ്ചിനാണ്, which has about 86 bhp and maximum torque of about 200. അതേപോലെ പെട്രോൾ വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും അത് നമുക്ക് 1.5 ലിറ്റർ തന്നെ HR15 എഞ്ചിനാണ്. ഇതിൽ നമുക്ക് ഒരു 99 bhp മാനുവലിലും 101 bhp ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട്, വിത്ത് എ മാക്സിമം ടോർക്ക് ഓഫ് അബൌട്ട് 134. ഇതിൻ്റെ സേഫ്റ്റി ആംഗിളിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോപ്പ് എൻഡ് വേർഷനിൽ തന്നെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡീസലിൽ തന്നെ, ദാറ്റ് ഈസ് XVയുടെ സേഫ്റ്റി എന്നൊരു വേർഷനും XVയുടെ തന്നെ പ്രീമിയം എന്നൊരു വേർഷനും ഉണ്ട്. അപ്പോൾ അതിൽ സേഫ്റ്റി എന്ന വേർഷനിൽ ഇവരെന്താ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് 2 എയർ ബാഗ്സ് സൈഡിലും കൂടെ അഡീഷണൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. സോ ദെയർഫോർ ഇറ്റ് ബിക്കംസ് ഓവറോൾ 4 എയർ ബാഗ്സ്. അതേപോലെ തന്നെ റെയർ സെൻസേഴ്സും ഉണ്ട്, റെയർ ക്യാമറയുണ്ട്, which is displayed in the center console ഡിസ്പ്ലേ സ്ക്രീനിൽ അത് വരുന്നതാണ്. അതേസമയം ടോപ്പ് എൻഡിൽ XV ലെതർ എന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് വരുന്നത് സ്റ്റിയറിംഗ് വീലും ഹാൻഡ് ബ്രേക്കും ഗിയറും കൂടാതെ നമുക്കതിൻ്റെ സീറ്റ്സും ലെതറാണ് വരുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ജെനുവിൻ ലെതർ. സോ ഇതാണ് നമുക്ക് ഓവറോൾ വരുന്ന ആ ഒരു വേരിയൻസിൻ്റെ ഡിഫറൻസസ്. ബിക്കോസ് ഈ വേർഷനിൽ മെക്കാനിക്കലി വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല 2011 വേരിയൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഞാനിപ്പോൾ ഓടിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് ഡീസലിൻ്റെ പ്രീമിയം വേർഷനാണ്, ലെതർ. സോ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ലെതറാണ് വരുന്നത്, വിച്ച് ഇസ് വെരി സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ. അതേപോലെ ഓവറോൾ സ്റ്റിയറിംഗും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മൾട്ടിപർപ്പസ് ഫങ്ഷനിങ്ങുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, വിച്ച് ഇസ് നമുക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, റിജക്റ്റ് ചെയ്യാം. അതേപോലെ വോളിയം കൺട്രോൾസ്,
മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാം, അതായത് സോഴ്സ് കൺട്രോൾ ചെയ്യാം. യു ക്യാൻ ചേഞ്ച് ഫ്രം USB ടു റേഡിയോ, ആ ഓപ്ഷൻസ് ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റിയറിംഗ് ഡിസൈൻ ഇൻസ്പയർഡ് ഫ്രം നിസാൻ്റെ ടിയാന എന്ന് പറഞ്ഞ മോഡലിൽ നിന്നാണ്, വിച്ച് ഇസ് 3-spoke ഡിസൈൻ. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് അനലോഗ് മോഡലിലാണ്, ബോത്ത് സ്പീഡോമീറ്റർ ആൻഡ് ടാക്കോമീറ്റർ, അതായത് RPM ഇൻഡിക്കേഷൻ. അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റിൽ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ് ടു MT, അതായത് എത്ര ലിറ്റേഴ്സ് വിത്ത് കറണ്ട് എത്ര ലിറ്റേഴ്സ് കൊണ്ട് എത്ര കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത്. അതേപോലെ ക്ലോക്ക്, പിന്നെ 2 ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ആവറേജ് മൈലേജും കാണിക്കുന്നു. സണ്ണിയുടെ മൈലേജ് വരുന്നത് പെട്രോൾ വേരിയൻറ്റിലെ മാനുവൽ ട്രാൻസ്മിഷനിൽ ഇറ്റ്സ് അബൌട്ട് 16 km/ലിറ്റർ, ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അതിനേക്കാൾ ഹയർ ആണ് അവർ വരുന്നത്, ഇറ്റ് ഇസ് അബൌട്ട് 17, ആൻഡ് ഡീസൽ ഓപ്ഷനിൽ ഇറ്റ് ഇസ് ക്ലോസ് ടു 23. പിന്നെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ABS ആൻഡ് EBD അലോങ് വിത്ത് ബ്രേക്ക് അസിസ്റ്റ്. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014 വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.18 lakhs ഓൺവേർഡ്സ് ആണ് എക്സ് ഷോറൂം പ്രൈസിങ്. ഇത് 2011 ഇവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വാസ് അബൌട്ട് 7 lakhs ഓൺവേർഡ്സ്. സോ ഓവർ ടൈം ഇത്രയും നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ പ്രീമിയം ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 7.18 lakhs. ഓവറോൾ നിസാൻ സണ്ണി 2014 അപ്ഗ്രേഡ് ഈ എക്സ്ട്രീംലി ടഫ് കോമ്പറ്റീഷൻ നടക്കുന്ന ഈ സെഗ്മെൻറ്റിൽ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഓപ്ഷനായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ അവർ മെയിൻലി ചെയ്തിരിക്കുന്ന ആ ഒരു പ്രീമിയംനെസ് ഫാക്ടർ കുറച്ചും കൂടി അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സ്റ്റീരിയറിലാണെങ്കിലും ഈ പറഞ്ഞ യൂസേജ് ഓഫ് ക്രോം അത് നല്ലപോലെ ആ പ്രീമിയംനെസ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ഇൻറ്റേർണലി ഉള്ള കുറച്ച് പിയാനോ ബ്ലാക്ക് ഫിനിഷും ഗ്ലോസി സിൽവർ ഫിനിഷും ഒക്കെ അതിന് ആ ഒരു പ്രീമിയംനെസ്സും റിച്ച്നെസ്സും ഇൻറ്റീരിയറിൽ കൊണ്ടുവരുന്നുണ്ട്. So overall, this is definitely going to be an important player, and let's see how it works. So പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. This is Sharath Prakash signing off.